ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും മലയാളത്തിന്റെ താളത്തിനൊപ്പം സഞ്ചരിച്ച ഒരുപിടി കലാകാരന്മാരുമായാണ് 2023 വിട പറയുന്നത്. ആസ്വാദനത്തിന്റെ വരമ്പുകളിൽ നമ്മൾ പൊട്ടിച്ചിരിച്ചതും കരഞ്ഞതുമെല്ലാം ഇവരുടെയെല്ലാം അഭിനയ മുഹൂർത്തങ്ങളും സൃഷ്ടികളും കണ്ടായിരിക്കാം. നികത്താൻ കഴിയാത്ത വിടവ് സമ്മാനിച്ച് ഒട്ടനവധി കലാകാരന്മാരെ മണ്ണിൽ നിന്നും വിണ്ണിലേക്ക് കൊണ്ടുപോയ വർഷം. ഹാസ്യ പരിപാടികളിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച താരമായിരുന്നു സുബി. തന്റേതായ സംസാരത്തിലൂടെയും അഭിനയ മികവിലൂടെയും ഒരു കൂട്ടം ആരാധകരെ സൃഷ്ടിച്ച സുബിയുടെ വേർപാട് എല്ലാവർക്കും ഞെട്ടലായിരുന്നു സമ്മാനിച്ചത്. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന സുബി 2023 ഫെബ്രുവരി 22 ലോകത്തോട് വിട പറഞ്ഞു. സിനിമാല എന്ന കോമഡി പരിപാടിയിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലാണ് ആദ്യമായി മുഴുനീള വേഷം ചെയ്യുന്നത്. മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കാൻ പഠിപ്പിച്ച താരം. മികവുറ്റ കഥാപാത്രങ്ങളിലൂടെ എത്ര തീക്ഷ്ണമായ കഥാപാത്രങ്ങളെയും സ്വായത്തമാക്കാൻ കഴിഞ്ഞ അതുല്യ പ്രതിഭ. 2023 മാർച്ച് 26 കൊച്ചിയിലെ ലേഷോർ ആശുപത്രിയിൽ വെച്ച് ഇന്നസെന്റ് വിട പറഞ്ഞത്. ഏറെക്കാലമായി അർബുദ ചികിത്സയിലായിരുന്നു ഇന്നസെന്റ്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൽ താൻ അനുഭവിച്ച വേദനകളെക്കുറിച്ച് ഏറെ സരസമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കോവിഡിനെ തുടർന്നുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത്. കോഴിക്കോടൻ ഭാഷാ ശൈലിയിലൂടെ മലയാള സിനിമയിൽ തന്റേതായ ഇടം നേടിയെടുത്തു മാമുക്കോയ. ഗഫൂർക്ക ദോസ്ത് എന്ന ഒറ്റ കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ പ്രിയപ്പെട്ട കലാകാരൻ. ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന മാമുക്കോയെ പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് ഹൃദയാഘാതത്തിന് പിന്നാലെ തലച്ചോറിൽ രക്തസ്രാവം കൂടി ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. സിനിമയിൽ ലഭിച്ച വേഷങ്ങൾ ചെറുതാണെങ്കിലും അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷക മനസ്സിൽ കുടിയേറിയ താരമായിരുന്നു ഹരീഷ് പെങ്ങൻ. ചെറിയ വയറുവേദനയെ തുടർന്ന് വൈദ്യസഹായം തേടിയെത്തിയപ്പോഴാണ് കരൾ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. കരൾ മാറ്റിവെക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഹരീഷ് വിട പറഞ്ഞത്. കാലങ്ങളായി മലയാള സിനിമയിൽ ചെറുതും വലുതുമായി നിരവധി വേഷങ്ങൾ ചെയ്ത അതുല്യ പ്രതിഭ. ജൂൺ 19 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മറയൂരിലെ മകളുടെ വീട്ടിലായിരുന്ന അദ്ദേഹത്തിന് ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ നർമ്മം ഏവരെയും പിടിച്ചെടുത്തുന്നതായിരുന്നു. വടകരയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് പോയി മടങ്ങവേ സുധിയും സുഹൃത്തുക്കളും യാത്ര ചെയ്ത വാഹനം അപകടത്തിൽപ്പെട്ടാണ് ജൂൺ 5 കൊല്ലം സുധി മരണമടഞ്ഞത്. ഗുരുതരമായി പരിക്കേറ്റ സുധിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് ഏറെ പരിചയമുള്ള നടൻ. 2023 ജൂൺ 12 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു കസാൻ ഖാന്റെ അന്ത്യം. മലയാളം, കന്നഡ, തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1993 പുറത്തിറങ്ങിയ ഗാന്ധർവം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സിദ്ദിഖ് എന്ന സംവിധായകന്റേതായി പിറവിയെടുത്ത ചിത്രങ്ങളൊന്നും പ്രേക്ഷകനെ ചിരിപ്പിക്കാതെ കടന്നുപോയിട്ടില്ല. വമ്പൻ വിജയങ്ങളുടെ പരമ്പരയിലൂടെ മലയാള വാണിജ്യ സിനിമയെ വഴിമാറ്റി നടത്തിയ സംവിധായക കൂട്ടുകെട്ടായിരുന്നു സിദ്ദിഖ് ലാൽ. പിന്നീട് ഇവർ പിരിഞ്ഞെങ്കിലും ഏറ്റവും നല്ല ചിത്രങ്ങളുമായി വീണ്ടും സ്വതന്ത്ര സംവിധായകരായി അവരെത്തി. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഓഗസ്റ്റ് 8 സിദ്ദിഖ് വിട പറഞ്ഞത്. ഹൃദയാഘാതത്തെ തുടർന്ന് 71 വയസ്സിലാണ് കുണ്ടറ ജോണി അന്തരിച്ചത്. നെഞ്ചുവേദനയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിപ്ലവകരമായ ചലച്ചിത്ര സൃഷ്ടികളിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് നടന്നു കയറിയ സംവിധായകൻ. കാക്കനാട്ടെ വയോജന കേന്ദ്രത്തിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും അലട്ടിയിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രശസ്ത മിമിക്രി താരവും സിനിമാ നടനുമായ കലാഭവൻ ഹനീഫ് നവംബർ 9 മരണമടഞ്ഞത്. ശ്വാസതടസ്സത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച അദ്ദേഹം ചികിത്സയിലിരിക്കെ വിട പറയുകയായിരുന്നു. സിനിമാ സീരിയൽ താരം വിനോദ് തോമസ് നവംബർ 18 മരിച്ചത്. ബാറിന് മുന്നിൽ പാർക്ക് ചെയ്ത കാറിനുള്ളിൽ അദ്ദേഹത്തെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. AC ഓണാക്കിയ ശേഷം അടച്ച കാറിനുള്ളിലിരുന്ന വിനോദ് തോമസ് മയങ്ങിയപ്പോൾ വിഷവാതകം ഉള്ളിൽ ചെല്ലുകയായിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയായിരുന്നു സുബ്ബലക്ഷ്മി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം.